ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരുടെയും സംശയമാണ്, എങ്ങനെയാണ് നമ്മളൊരു പരീക്ഷ എഴുതിയതിന് ശേഷം എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കീ വെച്ചിട്ട് നമുക്ക് കിട്ടിയ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. ഒരു തെറ്റുത്തരത്തിന് 1/3 മാർക്കാണ് നമുക്ക് കിട്ടിയതിൽ നിന്നും കുറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയതിൽ നിന്നും 1 മാർക്ക് ലെസ്സാവും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് അല്ലേ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് ഒരു 80 ക്വസ്റ്റ്യൻ ആണ്. 80 ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. പിന്നീട് എനിക്ക് മനസ്സിലായി, ആൻസർ കീ വെച്ച് നോക്കിയപ്പോൾ അതിൽ 12 എണ്ണം ഞാൻ അറ്റംപ്റ്റ് ചെയ്ത 12 എണ്ണവും തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, 80 - 12, എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 80 - 12 എന്ന് പറയുന്നത് 68 മാർക്കാണ് പിന്നെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, 68 മാർക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് കുറഞ്ഞു. അതിനുശേഷം 12 തെറ്റ് വന്നതുകൊണ്ട് 12 × 1/3 അങ്ങനെ ചെയ്യുമ്പോൾ 4 മാർക്കാണ് അല്ലേ. 12 × 1/3 എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ്. അപ്പോൾ വീണ്ടും ഈ 68-ൽ നിന്നും നെഗറ്റീവ് മാർക്ക് ആയിട്ടുള്ള 4 കൂടി കുറയും. അപ്പോൾ എനിക്ക് ആ എക്സാമിന് കിട്ടുന്ന മാർക്ക് വെറും 64 മാർക്കാണ്. ക്ലിയർ ആയോ? ഇതാണ് നെഗറ്റീവ് മാർക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയുന്ന മാർക്ക് 1/3 മാർക്കാണ് നമ്മളിൽ നിന്ന് കുറയുക. അപ്പോൾ അതായത് 0.33 എന്നുള്ളത്. ഇപ്പോൾ 70 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി, അതുപോലെ തന്നെ 71 മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടി, ഈ 2 റാങ്കുകൾക്കിടയിലും 100 200 അതിൽ കൂടുതലോ ആളുകൾ കയറിയിട്ടുണ്ടാവണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെയിൻ കാര്യം, കഴിവാവുന്നത്ര നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക. എങ്കിൽ തന്നെയാണ് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയുള്ള പരീക്ഷകളിലെങ്കിലും നെഗറ്റീവുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നെഗറ്റീവ് മാർക്ക് എങ്ങനെ, നമുക്ക് കിട്ടിയ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.